ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കാണാൻ പോയി, ഇന്ത്യ ജയിച്ചു. ഇതിൻ്റെയൊക്കെ സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇന്ത്യൻ ജേഴ്സിയൊക്കെ ഇട്ട് നിന്നൊരു ഫോട്ടോ എടുത്തതാണ് ആദ്യം നിങ്ങളെ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ MCGയിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവരുടെ പുറകെ ക്യാമറ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ നല്ല എന്നാ പറയണ്ടേ, ചെണ്ടമേളമാണോ എന്നതാണെന്ന് അറിയത്തില്ല, ഭയങ്കര കൊട്ടും പാട്ടുമൊക്കെ ആയിരുന്നു. ഭയങ്കര ബഹളം, ആർക്കും ആരെയും കണ്ടാൽ മനസ്സിലാകത്തില്ല. ഭയങ്കര തിരക്ക്, അതുപോലെയുള്ള തിരക്കായിരുന്നു. ഈ തിരക്കിനിടയിൽ കൂടെ ഞങ്ങളിങ്ങനെ തിക്കി തിരക്കിയൊക്കെ പോയിട്ടുണ്ട്. നേരത്തെ തന്നെ വന്ന ആൾക്കാരൊക്കെ അവിടെ ഫാമിലിയായിട്ട് പാർക്കിലൊക്കെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഗേറ്റ് നമ്പർ 2 ആയിരുന്നു. ആദ്യമായിട്ടാണ് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഒന്നും അറിയത്തില്ല എവിടാന്ന്. എല്ലാവരും ഇതുപോലൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഗേറ്റ് നമ്പർ 2 ലക്ഷ്യമാക്കി നടക്കുകയാണ്. 7 ഗേറ്റാണ് മൊത്തത്തിലുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഓരോന്നും കണ്ടു. ഇതാണ് സിംബാബ്വേയുടെ ഒരു കൊടി പിടിച്ച് അവരുടെ ആരാധകരാണ് ഇത്. ഞാൻ ആകെ കണ്ട ആരാധകർ ഇവരാണ്. എന്നാലും എനിവേ അവരെ കണ്ടു, ആ ഒരു സന്തോഷം. പിന്നെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. എനിക്കെല്ലാം ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ കൂടെ ഉള്ളവരെല്ലാം അങ്ങ് മുന്നേ എന്നെ വിട്ടിട്ടങ്ങ് നടന്നു പോവുകയാണ്. ഇങ്ങനെ കുറേ സ്റ്റാച്യൂസൊക്കെ അവിടെ ഉണ്ട്. അത് എൻ്റെ പേരും കാര്യങ്ങളും വർഷമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു ഇത് കണ്ടോ, ഒരു ഹെൽമെറ്റ് കണ്ടോ, ക്രിക്കറ്റിൻ്റെ ഹെൽമെറ്റ്, അത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്തു. പിന്നെ ഇപ്പോൾ ഇത് ഞങ്ങൾ ഗേറ്റ് നമ്പർ 2 വന്നു. അവിടുന്ന് അവർ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യും. ബാഗ് ഇല്ലാത്തവരെ വേറൊരു സൈഡിൽ കൂടെ അവർ കയറ്റിവിടും. ബാഗുള്ളവരെ അവിടെ സെക്യൂരിറ്റി അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളെ ഉള്ളിലേക്ക് കയറ്റും. നമുക്ക് ഫുഡ് ഐറ്റംസൊക്കെ ബാഗിനകത്ത് കൊണ്ടുപോകാം. പിന്നെ അലൗഡ് അല്ലാത്തതൊന്നും പറ്റില്ല. അങ്ങനെ ഗേറ്റ് 2 ഞങ്ങൾ കയറുകയാണ്. ഇത് എസ്കലേറ്റർ വഴി മേലോട്ട് കയറണം. ഇങ്ങനെ ഓരോ സെക്ഷൻ അവർ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സെക്ഷനിലേക്ക് ഞങ്ങളിങ്ങനെ എസ്കലേറ്റർ വഴി മേലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ സ്റ്റേഡിയത്തിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിനി അവിടെ ചെന്നിട്ട് നമ്മൾ നോക്കണം നമ്മൾ ഏത് റോയിലാണ് എന്നുള്ളതൊക്കെ. അപ്പം അതെല്ലാം തപ്പിപ്പിടിച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെല്ലാം വന്നു തുടങ്ങി. സ്റ്റേഡിയം മുഴുവൻ നിറഞ്ഞിട്ടില്ല ഇപ്പം, പക്ഷേ ആൾക്കാരെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ സീറ്റൊക്കെ തപ്പുവാണ്. ഇപ്പം വേണ്ടേ ഇവർ കയറിയിരിക്കുവാണ്. ഹലോ ഗായ്സ്, ഇപ്പോൾ ഇരിക്കുന്നത് MCGയിലാണ്, മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട്. ഇവിടെ നിന്ന് കഴിയാവുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങളെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. കളി തുടങ്ങുന്നതിന് മുമ്പുള്ള ഗ്രൗണ്ടിൻ്റെ ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ അവിടെ ടോസ് ഇടാൻ പോവുകയാണ്. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ കേട്ടോ. നമ്മുടെ ഹിന്ദി പാട്ടുകളൊക്കെ ഇങ്ങനെ ചറപറാന്ന് വന്നുകൊണ്ടിരിപ്പുണ്ട്. Hasn't quite reached a crescendo, but it is an incredible atmosphere here already. Under Rohit Sharma, Frank Irvin, David Moon is the match referee. Craig's got the coin. That is a call for Rohit. So Rohit, you won the toss. What are you going to do? Any changes to your lineup today? Yeah, we've got one change. We've got Rishabh Pant coming in place of Dinesh Karthik. What is the influence that change? ഇന്ത്യക്ക് ടോസ് ലഭിച്ചു കഴിഞ്ഞപ്പോഴും ഗ്രൗണ്ടിൽ കുറേ സീറ്റുകളെല്ലാം ഒഴിഞ്ഞായിരുന്നു കിടന്നത്. പക്ഷേ ഒരു 10-15 മിനിറ്റിന് ശേഷം അത് മുഴുവൻ ഫില്ലായി എന്നുള്ളതാണ്.
please welcome the standing umpires for tonight's match, Rod Tucker and Richard Kelleher. Sounds like big footsteps. And it looks like big time players are here to play. കളി തുടങ്ങുന്നതിന് മുമ്പുള്ള സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയാണ്. മുഴുവനും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വളരെ കുറച്ച് സീറ്റുകൾ, 1 or 2 അങ്ങനെയൊക്കെ വല്ലതും എവിടെയെങ്കിലും ഒഴിഞ്ഞു കിടന്നെങ്കിലായി. ഇത്രയും ടിക്കറ്റുകളാണ് ഈ മാച്ചിന് വേണ്ടിയിട്ട് വിറ്റുപോയത്. 82,507. ഇതിൽ 500 പേരെങ്കിലും സിംബാബ്വെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെന്ന് സംശയമാണ്. ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും ഇന്ത്യൻ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. ഭയങ്കര എന്നാ പറയണ്ടേ, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ പാട്ടുകളും ഒക്കെ ഇട്ട് ഭയങ്കര രസമായിരുന്നു. ആദ്യത്തെ ബോളിന് മുമ്പുള്ള കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രൗണ്ടിൽ എനിക്ക് ഒരു അട്രാക്റ്റീവായിട്ടുള്ള 2 ക്യാമറയാണ് ഞാൻ കാണിക്കുന്നത്. ഒന്ന് ഇങ്ങനെ വായുവിൽ നിന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഒന്ന് നമ്മുടെ റിമോട്ട് കാർ പോകുന്ന പോലെ ഒരെണ്ണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മെൽബൺ സിറ്റിയുടെ കുറച്ച് ഭാഗം ഇങ്ങനെ നമുക്ക് കാണാം. വെറുതെ ഞാനതൊന്ന് വീഡിയോയിൽ എടുത്തതേ ഉള്ളൂ. വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും ഒന്നും കാണാൻ പറ്റത്തില്ല. എങ്കിലും വെറുതെ ഒരു രസത്തിന് എടുത്തതാണ്. ഗൈസ്, നമുക്ക് 3 വിക്കറ്റ് പോയി. അതിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും ഇരിക്കുക കേട്ടോ. എന്ത് ചെയ്യാനാ, ഇനി വന്നിരിക്കുന്ന 2 പേര് നന്നായിട്ട് ബാറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കാം അല്ലേ. അപ്പോൾ കളി തുടരട്ടെ. ഇത് നമ്മുടെ ഇന്ത്യയുടെ ലാസ്റ്റ് ബോളാണ് കേട്ടോ. Scan the QR code, go to today's match, select in stadium, choose your team. We're dimming the lights. We're going to light it up in your team colours.
ഇപ്പോൾ സിംബാബ്വെ ബാറ്റിങ്ങിന് ഇറങ്ങുകയാണ്. ആദ്യത്തെ ബോളിൽ ആദ്യത്തെ വിക്കറ്റ് ഇന്ത്യക്ക്. എന്താ സന്തോഷം അല്ലേ? കളി ഏകദേശം തീരാറായപ്പം ഇന്ത്യയുടെ ഒരു ആരാധകനായിരിക്കാം കൊടിയൊക്കെ പിടിച്ച് ഗ്രൗണ്ടിലേക്ക് കാണികൾക്കിടയിൽ നിന്ന് ഓടി വന്നു. സെക്യൂരിറ്റി എത്രയും വേഗം ആ വ്യക്തി അവിടെ നിന്ന് നീക്കം ചെയ്യുകയുണ്ടായി. ജയിച്ച സന്തോഷത്തിൽ ഞങ്ങൾ MCGന്ന് പോവുകയാണ് കേട്ടോ. ബൈ. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ മെട്രോ സ്റ്റേഷനിൽ നല്ല ജനക്കൂട്ടമായിരുന്നു. ഇടിച്ച് തിങ്ങിയാണ് ഞങ്ങൾ തിരിച്ച് ട്രെയിൻ കയറി വീട്ടിലേക്ക് പോയത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.